ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ Q&A മസ്തി ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ തയ്യാറല്ലേ? ഇന്ന് നമ്മളൊരു കിടിലൻ വിഷയമാണ് എടുക്കുന്നത്, ഇ-കോമേഴ്സ്. അതും ചെറിയൊരു ടോപ്പിക്കല്ല കേട്ടോ, ഒരു വലിയ 8 യൂണിറ്റ് സ്റ്റഡി ഗൈഡാണ് നമ്മളിന്ന് ഒരുമിച്ച് കവർ ചെയ്യാൻ പോകുന്നത്. പഴയ ഗെയിം ഷോകളിലേക്കൊരു വൈബില്ലേ, അതേ ആവേശത്തോടെ രസകരமான ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും നമുക്കതങ്ങ് പഠിച്ചെടുക്കാം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം ബോർഡ്. നമ്മളിന്ന് 6 ആവേശകരമായ റൗണ്ടുകളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇ-കോമേഴ്സിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നോക്കും, പിന്നെ ടെക്നോളജി, പണമിടപാടുകൾ, ഓൺലൈൻ സുരക്ഷ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അവസാനം ഇ-കോമേഴ്സിന്റെ ഭാവി എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ മത്സരാർത്ഥികളായ നിങ്ങളെല്ലാവരും ഈ മെഗാ ഗെയിമിന് റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഇതാ തുടങ്ങാണ് സുഹൃത്തുക്കളെ. റൗണ്ട് 1, ഇ-കൊമേഴ്സ് ഒരു മുഖവുര. ഡിജിറ്റൽ ലോകത്തെ ആ വലിയ കമ്പോളങ്ങളെക്കുറിച്ചും അവ എങ്ങനെയാണ് ഈ 24 മണിക്കൂറും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിന് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇന്റർനെറ്റിലൂടെയുള്ള കച്ചവടം. അപ്പോൾ ഈ റൗണ്ടിലെ ആദ്യത്തെ വലിയ ചോദ്യം നിങ്ങൾക്കായി ഇതാ: പഴയ രീതിയിലുള്ള കച്ചവടവും ഇന്നത്തെ ഇ-കൊമേഴ്സും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ നേരിട്ട് പോയി ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതും വീട്ടിലെ സോഫയിലിരുന്ന് ഫോണിൽ ഓർഡർ ചെയ്യുന്നതും തമ്മിലെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും? ഉത്തരം വളരെ ലളിതമാണ് അല്ലേ? പഴയ രീതിയിലുള്ള കച്ചവടത്തിൽ നമ്മൾ എന്തു ചെയ്യണം? നേരിട്ട് കടയിൽ പോകണം, അവർക്ക് കൃത്യമായ സമയമുണ്ട്, പോരാത്തതിന് ബില്ലും മറ്റു പേപ്പർ വർക്കുകളും ഇഷ്ടം പോലെയുണ്ടാകും. പക്ഷേ ഇ-കൊമേഴ്സ് അങ്ങനെയല്ല. സങ്കല്പിച്ചു നോക്കൂ, അർദ്ധരാത്രി 2 മണിക്ക് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷൂ വേണമെന്ന് തോന്നിയാൽ ജസ്റ്റ് ഫോൺ എടുക്കുക, ഓർഡർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ലോകത്തെ എവിടെ നിന്നും എന്തു വേണമെങ്കിലും വാങ്ങാം. 24 അവേഴ്സും ഷോപ്പ് തുറന്നിരിക്കും. എല്ലാം ഡിജിറ്റലാണ്. ആ പേപ്പറിന് ബുദ്ധിമുട്ടേയില്ല. നമ്മുടെ വിലപ്പെട്ട സമയം ലാഭിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കേ, ഇനി നമ്മളൊരു ലൈറ്റ്നിംഗ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇ-കൊമേഴ്സ് പ്രധാനമായും 4 തരത്തിലുണ്ട്. വേഗത്തിൽ പറയാൻ കേട്ടോ. ആദ്യത്തേത് B2B അഥവാ ബിസിനസ് ടു ബിസിനസ്, അതായത് ഒരു ടയർ കമ്പനി മാരുതിക്ക് നേരിട്ട് ടയറുകൾ വിൽക്കുന്നത് പോലെ. രണ്ടാമത്തേത് B2C അഥവാ ബിസിനസ് ടു കസ്റ്റമർ. നമ്മൾ ഈ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒക്കെ സാധനങ്ങൾ വാങ്ങില്ലേ, അത് തന്നെ. മൂന്നാമത്തത് C2C, നമ്മൾ ഉപയോഗിച്ച മൊബൈൽ ഫോൺ OLXൽ മറ്റൊരാൾക്ക് വിൽക്കുന്നത് ഇതിന് മികച്ച ഉദാഹരണമാണ്. ലാസ്റ്റ് വൺ C2B, അതായത് ഒരു വ്യക്തി ഒരു കമ്പനിക്ക് സേവനം നൽകുന്നത്. ഉദാഹരണത്തിന് ഒരു ഫ്രീലാൻസ് ഡിസൈനർ ഒരു വലിയ കമ്പനിക്ക് ലോഗോ വരച്ചു കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? ഗംഭീരം. നമ്മൾ വളരെ വേഗത്തിൽ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. റൗണ്ട് 2, സാങ്കേതിക വിദ്യയും ഡാറ്റ കൈമാറ്റവും. നമ്മളീ പറയുന്ന ഇന്റർനെറ്റും വെബുമൊക്കെ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ബിസിനസ് ഡാറ്റ കൈമാറാൻ സഹായിക്കുന്നതെന്ന് നമുക്കിതിൽ നോക്കാം. ഇനി വളരെ രസകരമായൊരു കാര്യം ഞാൻ പറയാം. ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് അഥവാ EDI. ഇത് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമാണെന്ന് തോന്നുമെങ്കിലും കാര്യം സിമ്പിളാണ്. പേപ്പർ രേഖകൾക്ക് പകരമുള്ളൊരു ഡിജിറ്റൽ സിസ്റ്റമാണത്. ഉദാഹരണത്തിന്, ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് 1000 കമ്പ്യൂട്ടറുകൾക്കുള്ള ഓർഡർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അത് ഒരാളിരുന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം അവരുടെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നു. ഇങ്ങനെ ഇൻവോയ്സുകളും ഓർഡറുകളും മാറ്റുമ്പോൾ ഒരു വലിയ ഗുണമുണ്ട്. മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, അതായത് ഹ്യൂമൻ എറർ, പൂർണ്ണമായും ഒഴിവാക്കാം. ബിസിനസ്സുകൾക്ക് സമയം ലാഭിക്കാനും സ്പീഡ് കൂട്ടാനും ഇത് ശരിക്കും അത്യാവശ്യമാണ്. ശരിക്കും ഇതൊരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെയാണ് സുഹൃത്തുക്കളെ. 5 സ്റ്റെപ്പുകളായാണ് ഈ EDI പ്രവർത്തിക്കുന്നത്. ആദ്യം ഡോക്യുമെന്റ് തയ്യാറാക്കുന്നു. രണ്ടാമതായി ഒരു ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിനെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. മൂന്നാമതായി അത് ഇന്റർനെറ്റ് വഴി സെൻഡ് ചെയ്യുന്നു. നാലാമത് മറ്റേ കമ്പനിയുടെ സിസ്റ്റം അത് റിസീവ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി അത് പ്രോസസ്സ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ണ് ചിമ്മുന്ന വേഗത്തിലാണ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു ചെറിയ സ്പോട്ട് ദ ഡിഫറൻസ് ഗെയിമാണ്. ഇന്റർനെറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും? ഞാൻ പറഞ്ഞുതരാം. ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്കുള്ളിലെ ജീവനക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന അവരുടെ സ്വന്തം പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. എന്നാൽ എക്സ്ട്രാനെറ്റിലോ, ജീവനക്കാർക്ക് പുറമേ ആ കമ്പനിയുടെ സപ്ലയേഴ്സിനും പാർട്ട്ണർമാർക്കും കൂടി സുരക്ഷിതമായി അതിൽ കയറാൻ പറ്റും. അതാണ് മെയിൻ വ്യത്യാസം. അങ്ങനെ നമ്മൾ ഗെയിമിന്റെ പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. റൗണ്ട് 3 തുടങ്ങുന്നു. ഇലക്ട്രോണിക് പണമിടപാടുകൾ. കയ്യിൽ ക്യാഷ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ വാങ്ങുന്നത്? ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം, ഓൺലൈൻ ബാങ്കിംഗ്, മൊബൈൽ കൊമേഴ്സ്, ഇവയൊക്കെയാണ് നമ്മൾ ഈ റൗണ്ടിൽ പൊളിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം വന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബാങ്കിലോ ATMലോ പോയി നീളം ക്യൂ നിൽക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തെവിടെയുമുള്ള ഒരാൾക്ക് നമുക്ക് പണം അയക്കാം. അതും 24 മണിക്കൂറും. നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാമെന്ന് മാത്രമല്ല, പണമിടപാടുകൾ വളരെ സിമ്പിളും സേഫുമായി മാറി. പണ്ട് പണം അയക്കാൻ ദിവസങ്ങൾ എടുത്തിരുന്ന സ്ഥാനത്താണ് ഇന്ന് നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ എല്ലാം നടക്കുന്നത്. വാട്ട് എ ചേഞ്ച് അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഇലക്ട്രോണിക് പേയ്മെന്റ് ടൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് കാർഡെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ വാങ്ങൂ, പിന്നീട് പണം നൽകൂ എന്നതാണ് അതിലെ ട്രിക്ക്. മാസാവസാനം നമ്മൾ ബാങ്കിന് പണം തിരികെ കൊടുത്താൽ മതി.
എന്നാൽ ഡെബിറ്റ് കാർഡാണെങ്കിലോ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അപ്പോൾ തന്നെ കട്ടാവും. അതായത് ഇപ്പോൾ വാങ്ങൂ, ഇപ്പോൾ തന്നെ പണം നൽകൂ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായ ഗൂഗിൾ പേ പോലുള്ള ഡിജിറ്റൽ വാലറ്റുകൾ, നല്ല സുരക്ഷ നൽകുന്ന സ്മാർട്ട് കാർഡുകൾ, നെറ്റ് ബാങ്കിംഗ് ഒക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നമ്മൾ ഗെയിമിലെ ഏറ്റവും നിർണായകമായ 4ാം റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. റൗണ്ട് 4, ഓൺലൈൻ സുരക്ഷയും ഭീഷണികളും. ഇന്റർനെറ്റിന്റെ ആ ഒരു ഡാർക്ക് സൈഡിനെക്കുറിച്ചും അതിൽ നിന്ന് നമ്മളെ എങ്ങനെ സേഫായി നിർത്താം എന്നുമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ശരിക്കും ഇതൊരു ഹൈ സ്റ്റേക്സ് റൗണ്ടാണ്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം ഫോക്കസ് ചെയ്യുക. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഹാക്കർമാരിൽ നിന്ന് നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നമ്മൾ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കും? ഈ കൊമേഴ്സിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ്. നമ്മുടെ ഡാറ്റ മോഷണം പോയാൽ അത് തീർത്തും അപകടമാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നോക്കൂ, എങ്ങനെയാണ് നമ്മളൊരു ഡിജിറ്റൽ സുരക്ഷാ കോട്ട നിർമ്മിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം എൻക്രിപ്ഷൻ. നമ്മുടെ വിവരങ്ങളെ ആർക്കും വായിക്കാൻ കഴിയാത്തൊരു രഹസ്യ കോഡാക്കി മാറ്റുന്ന പരിപാടിയാണിത്. ഹാക്കർമാർ നമ്മുടെ മെസ്സേജ് ചോർത്തിയാലും അവർക്കൊന്നും മനസ്സിലാകില്ല. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതായത് രേഖകൾ ഒറിജിനലാണെന്ന് ഉറപ്പാക്കാൻ. അടുത്തത് ഫയർവാൾ. ഇതൊരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ഹാക്കർമാരെ തടഞ്ഞു നിർത്തും. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ പാസ്വേഡുകൾ, മൊബൈലിൽ വരുന്ന OTP, വിരലടയാളം പോലുള്ള ബയോമെട്രിക്സ് എന്നിവ കൂടിയാവുമ്പോൾ നമ്മുടെ സുരക്ഷ കംപ്ലീറ്റായി, ഫുൾ പവർ. മത്സരാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പ്രധാനപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും വിട്ടുനിൽക്കണം. നമ്മുടെ സിസ്റ്റത്തിൽ അനധികൃതമായി കയറുന്ന ഹാക്കിംഗ്, നമ്മുടെ വ്യക്തിവിവരങ്ങളും പാസ്വേഡുകളും മോഷ്ടിക്കുന്ന ഡേറ്റാ മോഷണം, പിന്നെ വലിയ ഓഫറുകൾ കാണിച്ച് പണം തട്ടുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ, ഇവയൊക്കെ ഇന്ന് വളരെ സാധാരണമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, 5ാം റൗണ്ടിലേക്ക് സ്വാഗതം. ഒന്നുകൂടി എനർജി എടുക്കാം നമുക്ക്. ഈ റൗണ്ടിന്റെ പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. വലിയ ബിസിനസ്സുകൾ എങ്ങനെയാണ് ഇന്റർനെറ്റ് വഴി നമ്മളെ ആകർഷിക്കുന്നതെന്നും അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നതെന്നും നമുക്ക് നോക്കാം. പണ്ടൊക്കെ വഴിയിൽ നോട്ടീസ് കൊടുക്കുന്ന രീതിയുണ്ടായിരുന്നില്ലേ? അതിനേക്കാൾ എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ഇത്ര വലിയ ഹിറ്റായത്? ഒന്നാമത്തെ കാര്യം, വളരെ കുറഞ്ഞ ചെലവിൽ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് അവർക്ക് എത്താൻ പറ്റും. പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനും ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ നടത്താനും സാധിക്കും. നമ്മൾ ഈ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? അതുതന്നെ സംഭവം. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു സൂപ്പർ വെപ്പണാണ് SEM, അഥവാ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ സെർച്ച് ചെയ്യുമ്പോൾ ചില വെബ്സൈറ്റുകൾ ഏറ്റവും മുകളിൽ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് SEM. കസ്റ്റമർ ഒരു കാര്യം തിരയുമ്പോൾ കൃത്യമായി അവരുടെ മുന്നിൽ ചെന്നു നിൽക്കുക. ബിസിനസ്സുകൾക്ക് പുതിയ ആളുകളെ പിടിക്കാൻ ഇതിലും മികച്ചൊരു വഴിയില്ല. കൂടാതെ നമ്മൾ എന്നും കാണുന്ന ഇമെയിൽ മാർക്കറ്റിംഗും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും ഒക്കെ ഇതിന്റെ വലിയൊരു ഭാഗമാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 6ാമത്തെയും അവസാനത്തെയും റൗണ്ട്, ഇ കൊമേഴ്സിന്റെ ഭാവി. ഈ ഡിജിറ്റൽ ഷോപ്പിംഗ് ലോകം നാളെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് എത്തിനോക്കാം. ഐ റെഡി? ഇ കൊമേഴ്സിന്റെ ഭാവി ശരിക്കും ഒരുപാട് വലിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. പുതിയ പുതിയ ഓൺലൈൻ ജോലികൾ, ലോകം മുഴുവൻ പരന്നുകിടക്കുന്ന മാർക്കറ്റ്. ഇന്നൊരു കൊച്ചു ഗ്രാമത്തിലിരിക്കുന്ന ഒരാൾക്ക് പോലും ലോകത്തിന്റെ ഏത് കോണിലേക്കും തന്റെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനൊപ്പം തന്നെ വലിയ വെല്ലുവിളികളുമുണ്ട്. കടുത്ത മത്സരം, ഞാൻ നേരത്തെ പറഞ്ഞ ആ സുരക്ഷാ പ്രശ്നങ്ങൾ, പിന്നെ ഇടയ്ക്കിടെയുണ്ടാകുന്ന സർവർ തകരാറുകൾ, ഇതെല്ലാം അവർക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭാവിയെ മുന്നോട്ട് കുതിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണുള്ളത്. സാധാരണക്കാർക്കും വാങ്ങാൻ കഴിയുന്ന സ്മാർട്ട് ഫോണുകൾ, സൂപ്പർ സ്പീഡുള്ള 5G ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം UPI പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ, പിന്നെ അതിരുകളില്ലാത്ത ഗ്ലോബൽ മാർക്കറ്റുകൾ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇന്ന് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പിംഗും ബാങ്കിങ്ങും നമ്മുടെ പോക്കറ്റിലെ ആ ചെറിയ മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിയില്ലേ? ഈ മൊബൈൽ കൊമേഴ്സിന്റെ വളർച്ചയാണ് ഇ കൊമേഴ്സിനെ ഭാവിയിൽ ഒരു ഭീമനാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ആ $1 മില്യൺ ഡെഫിനിഷൻ ഞാൻ പറയാം. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ അഥവാ ഡിജിറ്റൽ എക്കോണമി. സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും ബാങ്കിംഗ് നടത്തുന്നതും ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യ വഴി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്. വളരെ വേഗത്തിലുള്ള പണമിടപാടുകളും പുതിയ പുതിയ ഇന്നൊവേഷനുകളുമൊക്കെ ഇതിലൂടെ നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഈ ഷോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഫൈനൽ ജിയോപാഡി ചോദ്യം ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഈ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ നിങ്ങളുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കും? നിങ്ങളൊന്ന് സീരിയസ് ആയി ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ജോലികൾ എല്ലാം ഈ ഡിജിറ്റൽ ലോകവുമായി എങ്ങനെ കണക്റ്റഡ് ആവുമെന്ന്. ഏതായാലും ഇന്നത്തെ ഈ Q&A മസ്തി ഷോയിൽ എന്നോടൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഈ 8 യൂണിറ്റ് ഗൈഡ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു കിഡിലൻ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.